നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. 2024-25 അധ്യയന വർഷത്തിലേക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും ഫാർമസി കോളേജുകളിലോട്ടുമുള്ള അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ജൂൺ 5 തീയതി മുതൽ 10 തീയതി വരെ നടക്കുകയും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. കേരള എഞ്ചിനീയറിംഗ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും കേരള ഫാർമസി റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കേരള എൻട്രൻസ് കമ്മീഷൻ ഓൺലൈനായി അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടത്തുന്നത്. കേരളത്തിലെ 12 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിവിധ ബിടെക് പ്രോഗ്രാമുകൾ, അർദ്ധ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ, സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ, അങ്ങനെ 150ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ട് 53ഓളം ബിടെക് പ്രോഗ്രാമുകളാണ് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ മുഴുവൻ ഓപ്ഷനുകളും കൊടുക്കാനുള്ള അവകാശവും അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന റാങ്കുകാർക്ക് ഇന്ന ഓപ്ഷൻ മാത്രമേ കൊടുക്കാവുള്ളൂ, അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും അർദ്ധ സർക്കാർ മേഖലയിലെയും അവനവൻ്റെ പ്രൊഫൈലിലുള്ള മുഴുവൻ ഓപ്ഷനും കൊടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും. ഫാർമസി റാങ്കിൻ്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബിഫാം കോഴ്സിനും ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. 4 ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെയാണ് ഈ അധ്യയന വർഷത്തിലെ കോഴ്സുകളിലോട്ടുള്ള നടപടികൾ നടക്കുന്നത്. വിശദമായ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലോട്ടുള്ള അലോട്ട്മെൻറ്റിനാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകൾ, സ്വകാര്യ മേഖലയിലുള്ള കോളേജുകൾ, അർദ്ധ സർക്കാർ കോളേജുകൾ, അങ്ങനെ എല്ലാ കോളേജുകളിലോട്ടും നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ഓഗസ്റ്റ് 5 തീയതി രാവിലെ 11 മണി വരെ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. വിശദമായിട്ടുള്ള ടൈം ടേബിളുകളിലേക്ക്, ഷെഡ്യൂളിലോട്ട് നമുക്കൊന്ന് കണ്ണോടിച്ചാൽ 29/7 വെബ്സൈറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ഓപ്പൺ ചെയ്തു. 5 തീയതി 11 മണി വരെ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. ഈ 29 തീയതി മുതൽ 5 തീയതി വരെയുള്ള സമയത്തിനിടയ്ക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്ഷനുകൾ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഒരിക്കൽ നമ്മൾ കയറി ഓപ്ഷനുകളെല്ലാം കൊടുത്തു, സേവ് ചെയ്തു, വീണ്ടും 5 തീയതി വരെ ഏത് സമയത്തും നമുക്ക് ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാൻ അവസരമുണ്ടായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ നമ്മളുടെ പ്രൊഫൈലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളും ഫാർമസി കോളേജുകളും അതിൻ്റെ ബിടെക് പ്രോഗ്രാമുകളും കൊടുക്കാൻ നിങ്ങൾക്ക് ഒരവസരമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി വരുന്ന 3 റൗണ്ടുകൾക്കും ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ മാത്രമാണ് പരിഗണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി ആലോചിക്കുന്നു, ഗവൺമെൻറ് മേഖലയിലുള്ള ഒരു കോളേജിൽ എനിക്ക് പ്രവേശനം കിട്ടുന്നില്ല എങ്കിൽ മാത്രമേ 2ാം ഘട്ടത്തിലോ 3ാം ഘട്ടത്തിലൊക്കെ ഞാൻ അർദ്ധ സർക്കാർ കോളേജുകളോ സ്വകാര്യ കോളേജുകളോ ആഡ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ 2ാം ഘട്ടത്തിലോ 3ാം ഘട്ടത്തിലോ ഇപ്പോൾ നിലവിൽ ഓപ്ഷനിൽ വന്നിരിക്കുന്ന ഒരു കോളേജോ ഒരു കോഴ്സോ ആഡ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സീറ്റുകൾ ആദ്യത്തെ റൗണ്ടുകൾ കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ മാത്രം സെക്കൻഡ് റൗണ്ടിൽ ഇലക്ട്രോണിക്സിൻ്റെ ഓപ്ഷൻ വെക്കാം, അല്ലെ മെക്കാനിക്കലിൻ്റെ ഓപ്ഷൻ വെക്കാം എന്നാണ് ഒരു കുട്ടി വിചാരിക്കുന്നതെങ്കിൽ അതിനും അവസരമുണ്ടായിരിക്കുന്നതല്ല. പകരം 3 റൗണ്ടുകൾക്കും ശേഷം അവസാനത്തെ റൗണ്ടിൽ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് വേക്കൻസി ഉണ്ട് എന്നുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ആ കോഴ്സുകൾക്കും കോളേജുകൾക്കും മാത്രമേ പുതിയതായി ഓപ്ഷനുകൾ വെക്കാൻ 4ാമത്തെ റൗണ്ടിൽ അവസരം ലഭിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് ഈ അധ്യയന വർഷം പഠിക്കേണ്ട ഏതൊക്കെ പ്രോഗ്രാമുകളാണോ, ഏതൊക്കെ കോളേജുകളും കോഴ്സുകളുമാണോ ആഗ്രഹത്തിനുള്ളത്, അതിൻ്റെ എല്ലാം പൂർണ്ണമായിട്ടും മുഴുവനായിട്ടുള്ള ഓപ്ഷൻ തന്നെ ആദ്യം തന്നെ വെക്കണമെന്ന് അർത്ഥം. പ്രിഫറൻസ് ഓർഡർ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കോളേജുകൾ, നമുക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളതാണ് നാം കേരള എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കുന്നത്. ജോബി സെബാസ്റ്റ്യൻ സാർ വളരെ വ്യക്തമായി സാറിൻ്റെ ലൈവ് സെഷനുകളിലെല്ലാം ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3 സെക്ഷനുകളാണ് നമ്മളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പ്രിഫറൻസ് ഓർഡറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കോളേജുകളും കോഴ്സുകളും CET, TKM, മോഡൽ എഞ്ചിനീയറിംഗ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ്, രാജഗിരി എഞ്ചിനീയറിംഗ്, അങ്ങനെ ഏറ്റവും ആഗ്രഹമുള്ള കോളേജുകളും കോഴ്സുകളും ഏതാണോ അത് ആദ്യത്തെ സെഗ്മെൻ്റ് എന്ന് പറയും.
രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ റാങ്കിനനുസരിച്ച് മുൻ വർഷങ്ങളിലെയൊക്കെ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് നമ്മളുടെ റാങ്കിൻ്റെയും നമ്മളുടെ കാറ്റഗറിക്കും അനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. 5000 റാങ്കുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 1000 റാങ്കിനുള്ളിൽ തീരുന്ന കോളേജും കോഴ്സും ആയിരിക്കാം. പക്ഷെ അത് 1000 റാങ്കിൽ തീരുമെന്ന് വിചാരിച്ച് അദ്ദേഹം തൻ്റെ ആഗ്രഹം, തൻ്റെ പ്രിഫറൻസ് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ 5000 റാങ്കുള്ള ഒരാൾ 1000 റാങ്കിൽ തീരുന്ന കോളേജുകളും കോഴ്സുകളും തൻ്റെ പ്രിഫറൻസിൽ ആദ്യം വെക്കുന്നു. അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അത് താല്പര്യമുണ്ടെങ്കിൽ ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ റാങ്കോ റിസർവേഷനോ നോക്കാതെ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സും കോളേജുകളും. നടുക്കിലത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ 5000 റാങ്കുകാരനെ സംബന്ധിച്ചോളം ആണെങ്കിൽ മുൻ വർഷങ്ങളിൽ ഒരു 3000 മുതൽ 7000 വരെ പോയിരിക്കുന്ന കോളേജുകളും കോഴ്സുകളും അതിൽ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തൻ്റെ വീടിനടുത്തുള്ള തങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് തൻ്റെ റാങ്കിനും റിസർവേഷനും കിട്ടാൻ സാധ്യതയുള്ള സെഗ്മെന്റാണ് നടുക്കിലത്തെ ഭാഗം. അതിൻ്റെ താഴെ മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഒന്നാമത്തെ സെഗ്മെന്റിലെയും രണ്ടാമത്തെ സെഗ്മെന്റിലെയും സീറ്റുകളൊന്നും കിട്ടിയില്ല എങ്കിൽ മിനിമം എനിക്ക് 2024-25 അധ്യയന വർഷത്തിൽ ഈ കോളേജോ ഈ കോഴ്സെങ്കിലും കിട്ടിയിരിക്കണം. 5000 റാങ്കുള്ള ഒരാളെ സംബന്ധിച്ചോളം കഴിഞ്ഞ വർഷം ഒരു 15000 20,000 വരെ പോയിരിക്കുന്ന കോളേജുകളും കോഴ്സുകളുമാണ് മൂന്നാമത്തെ സെഗ്മെന്റിലുള്ളത്. അപ്പം ഈ 3 സെഗ്മെന്റിലുള്ള മുഴുവൻ കോഴ്സുകളും കോളേജുകളുടെയും ഒരു പ്രിഫറൻസ് ഓർഡർ നാം തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് ആവാം, ഇലക്ട്രിക്കൽ ആവാം, ഇലക്ട്രോണിക്സ് ആവാം, മെക്കാനിക്കൽ ആവാം, കൂടുതൽ താല്പര്യമുള്ള കോളേജുകൾ ഗവൺമെന്റ് ഫേസ് സെക്ടറിലാവാം, അർദ്ധ സർക്കാർ സെക്ടറിലാകാം, അർദ്ധ സർക്കാരിൻ്റെ തന്നെ മാനേജ്മെന്റ് സെക്ടറിലാവാം, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിലായിരിക്കാം. ഇതൊക്കെ അവിടുത്തെ ഫീസിൻ്റെയും നമ്മളുടെ റിസർവേഷൻ സാഹചര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് നമ്മളുടെ പ്രിഫറൻസ് ഓർഡറിൽ ഉണ്ടായിരിക്കണം. പക്ഷെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, ഈ സെഗ്മെന്റുകളിലെ ഈ 3 സെഗ്മെന്റുകളിലുള്ള മുഴുവൻ കോഴ്സുകളും കോളേജുകളും വെക്കാൻ നിങ്ങൾക്ക് ഒരവസരം മാത്രമേ ഉള്ളൂ. രണ്ടാം ഘട്ട അലോട്ട്മെന്റിലോ മൂന്നാം ഘട്ട അലോട്ട്മെന്റിലോ ഇപ്പോൾ ഉള്ള ഒരു കോളേജോ കോഴ്സോ ആഡ് ചെയ്യാൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. പക്ഷേ നമ്മൾ 50 ഓപ്ഷൻ വെച്ചു, നമുക്ക് 40ാമത്തെ ഓപ്ഷൻ കിട്ടിയെങ്കിൽ 41 മുതൽ 50 വരെയുള്ളതെല്ലാം നമുക്ക് ഡിലീറ്റ് ആയി, അത് ഒരിക്കലും കിട്ടില്ല. 40ാമത്തെ കോഴ്സ് കിട്ടി, നമ്മൾ ഫീസ് അടച്ചു, അത് ഉറപ്പായി. 1 മുതൽ 39 വരെയുള്ളതിനെ ഹയർ ഓപ്ഷൻ എന്ന് പറയും. ആ ഓപ്ഷനിലോട്ട് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ ആ ഘട്ടങ്ങളിൽ നമ്മളെ പരിഗണിക്കും. ഹയർ ഓപ്ഷനിലോട്ട് മാറാൻ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും അവസരമുണ്ട് താനും, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ. അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മൾ ആഗസ്റ്റ് 5-ാം തീയതി വരെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പരിഗണിച്ച് 4-ാം തീയതി ഒരു ട്രയൽ അലോട്ട്മെന്റ്, ഈ വർഷത്തെ സാധ്യത എന്താണ്, നമ്മളുടെ 5000 റാങ്കുകാരൻ്റെ സാധ്യത എന്താണ്, 10000 റാങ്കുള്ള ആളുടെ സാധ്യത എന്താണ്, 40000 റാങ്കുള്ള ആളുടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നവരുടെ ഓപ്ഷനൊക്കെ പരിഗണിച്ചുള്ള സാധ്യത എന്താണെന്ന് പറയും. അങ്ങനെ നമുക്കൊരു ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഗുണം, നമുക്ക് 5-ാം തീയതി 11 മണി വരെ നമുക്ക് പക്ഷേ റീഅറേഞ്ച് ചെയ്യാം. അപ്പം ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് 4-ാം തീയതിയാണ്. അപ്പം നമുക്ക് പിറ്റേ ദിവസം 11 മണി വരെ വേണമെങ്കിൽ ഓപ്ഷനുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മളുടെ സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓപ്ഷനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യാൻ 5-ാം തീയതി 11 മണി വരെ സമയമുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ഓർക്കുക. അപ്പം നേരത്തെ തന്നെ ഓപ്ഷനൊക്കെ കൊടുത്ത് വെക്കുക. എന്നിട്ട് ട്രയൽ അലോട്ട്മെന്റ് നോക്കുക, ഏത് കോഴ്സാണ് കോളേജാണ് കിട്ടാൻ സാധ്യത എന്നറിയുന്നു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ 5-ാം തീയതി 11 മണി വരെ റീഅറേഞ്ച് ചെയ്യാം. വേണ്ട, നമുക്ക് ആ കിട്ടിയത് തന്നെ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ നിലവിലുള്ള പ്രിഫറൻസ് ഓർഡർ തന്നെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ പിന്നെ റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല താനും. അങ്ങനെ ഓഗസ്റ്റ് 7-ാം തീയതി പ്രൊവിഷണൽ ആയിട്ടൊരു അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഒരു ലിസ്റ്റായിട്ട് PDF-ന്റെ രൂപത്തിൽ ഓരോ ആപ്ലിക്കേഷൻ നമ്പറിനും ഏത് കോളേജിൽ ഏത് കോഴ്സാണ് കിട്ടിയെന്ന് കാണിക്കും. അതിനുശേഷം അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഓഗസ്റ്റ് 8-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഈ വർഷത്തെ ആദ്യത്തെ എഞ്ചിനീയറിംഗിൻ്റെയും ബിഫാമിൻ്റെയും ഏത് കോളേജുകളിൽ ഏത് കോഴ്സിന് പ്രവേശനം കിട്ടിയെന്നുള്ളത് ആഗസ്റ്റ് 8-ാം തീയതി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഈ കേരള എഞ്ചിനീയറിംഗിൻ്റെയും ബിഫാമിൻ്റെയും അലോട്ട്മെന്റ് നടപടിക്രമങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസ് അടയ്ക്കേണ്ടതാണ്. രജിസ്ട്രേഷനായിട്ട് നമ്മൾ അടയ്ക്കുന്ന ഫീസ് കൂടാതെ എഞ്ചിനീയറിംഗിനാണെങ്കിൽ നമുക്കറിയാം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 8600 രൂപയാണ് ഫീസ്. അപ്പം നമ്മൾ 2000 അടച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്.
ബാക്കി 6600 രൂപ നമുക്ക് എഞ്ചിനീയറിങ്ങിനാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ ബാക്കി തുക അടയ്ക്കാം. അർദ്ധ സർക്കാരിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഈ 2000-ന്റെ ബാക്കി നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഈ 2000-ന്റെ ബാക്കി തുക നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കൊരു അലോട്ട്മെന്റ് കിട്ടിയിട്ട് ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് നടക്കുന്ന 2ാം ഘട്ടവും 3ാം ഘട്ടവും നമുക്ക് നഷ്ടമാകും. പിന്നെ സ്റ്റേ വേക്കൻസിയിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 1ാം ഘട്ടം കഴിയുമ്പോൾ നമ്മൾ എൻട്രൻസ് കമ്മീഷൻ പേരിൽ ഫീസ് അടച്ചാൽ മാത്രം മതിയാകും. നമ്മളുടെ ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റോ അല്ല ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം. അങ്ങനെ പേയ്മെൻറ്റ് അടച്ചാൽ ആ സീറ്റ് നമുക്ക് ഉറപ്പായി. പിന്നെ നമ്മൾ 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ നമുക്ക് കിട്ടിയതിനേക്കാളും മുകളിലുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് മാറാൻ അനുവദിക്കുകയും ചെയ്യും. ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസുണ്ട്. അനാവശ്യമായി ഓപ്ഷനുകൾ കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതിനും വേണ്ടിയിട്ട് 2000 രൂപ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് ജനറൽ വിഭാഗവും ബാക്കി എല്ലാ വിഭാഗങ്ങളും അടയ്ക്കണം. SC ST OEC വിഭാഗങ്ങൾക്ക് 500 രൂപയായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫീസിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് യാതൊരുവിധ അലോട്ട്മെൻറ്റുകളും കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് പൈസ തിരിച്ചു വരും. 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ഒക്കെ കിട്ടിയിട്ട് നമ്മൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നമ്മൾ പോകുന്നില്ല, ബാക്കി ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ അലോട്ട്മെന്റ് നടപടിക്രമങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും അർദ്ധ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലും സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലും ഈ അധ്യയന വർഷത്തെ ട്യൂഷൻ ഫീസ് ഏത് ക്രമമായിരിക്കുമെന്ന് നോക്കാം. 12 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏത് കോഴ്സിനും 8650 രൂപ 8650 ആനുവൽ ഫീസ് ആയിരിക്കും പെർ ഇയർ. ഓരോ വർഷവും നമ്മൾ 8650 രൂപ അടയ്ക്കണം. അർദ്ധ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 2 തരത്തിലുള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ടാവും. ഇത് രണ്ടും സെപ്പറേറ്റ് ഓപ്ഷനാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 36,750 ജനറൽ ഫീസുമുണ്ട്, 68,250 മാനേജ്മെന്റ് സീറ്റുണ്ട്. രണ്ടും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. മോഡൽ എഞ്ചിനീയറിംഗ് നമുക്ക് സാധ്യതയുണ്ട്. മോഡൽ എഞ്ചിനീയറിംഗ് CS വേണമെങ്കിൽ 2 ഓപ്ഷനും അടുപ്പിച്ച് കൊടുക്കാം. അതല്ല, ഫീസ് കുറഞ്ഞതിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഓപ്ഷൻ പിന്നീട് മാറ്റി കൊടുക്കുകയും താഴോട്ട് പ്രിഫറൻസ് താഴോട്ട് മാറ്റി കൊടുക്കുകയും ചെയ്യാം. SC ST OBC വിഭാഗങ്ങൾക്ക് ഈ ഫീസ് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈ ഫീസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അർദ്ധ സർക്കാർ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസ് 36,750 മാനേജ്മെന്റ് ഫീസ് 68,250 KSRTC പരപ്പനംകോട് 42,550 മെറിറ്റിന്റെ ഫീസും മാനേജ്മെന്റ് ഫീസ് 79,030 രൂപയുമായിരിക്കും. മോഡൽ എഞ്ചിനീയറിംഗ് തൃക്കാക്കരയിൽ, നമ്മളിപ്പോൾ മോഡലിന്റെ കാര്യമാണ് പറഞ്ഞത്, കമ്പ്യൂട്ടർ സയൻസിന്റെയും ഇലക്ട്രോണിക്സിന്റെയും കോഴ്സുകൾക്ക് 45,000 രൂപയും മെറിറ്റ് ഫീസും 75,000 രൂപ മാനേജ്മെന്റ് ഫീസുമായിരിക്കും. കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും അല്ലാത്ത കോഴ്സുകൾക്ക് 40,000-ഉം 70,000-ഉം യഥാക്രമം ഫീസ്. അങ്ങനെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അർദ്ധ സർക്കാർ കോളേജുകളിൽ 2 തരത്തിലുള്ള ഫീസ് ഘടന നിലവിലുണ്ട്. എഞ്ചിനീയറിംഗ് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 120 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. അവിടെ വരുമാനം കുറവുള്ള വിദ്യാർത്ഥികൾക്ക് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുകയും വരുമാനം കുറവുള്ള കുട്ടികൾക്ക് 50,000 രൂപയായിരിക്കും പെർ ഇയർ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഫീസ്. എന്നാൽ ഇൻകം ബെനിഫിറ്റ് ഇല്ലാത്തവർക്ക് 60,000 50,000-ഉം പിന്നെ 25,000 സ്പെഷ്യൽ ഫീസും അടക്കം 75,000 രൂപയായിരിക്കും വാർഷിക ഫീസ്. എന്നാൽ ഒട്ടോണമസ് ആയിട്ടുള്ള കോളേജുകളുണ്ട്. രാജഗിരി പോലുള്ള കോളേജുകൾക്ക് ഒട്ടോണമസ് പദവി കിട്ടിയിട്ടുള്ളത് കൊണ്ട് അവിടെ ഗവൺമെന്റ് ഫീസ് 1,05,000 രൂപ ഫീസും 1,00,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും അടയ്ക്കേണ്ടതാണ്. ഫാർമസി B.Pharm-ന് ഗവൺമെന്റ് മേഖലയിൽ ചേരുമ്പോൾ 17,370 രൂപയും സ്വകാര്യ മേഖലയിൽ ചേരുമ്പോൾ 1,03,645 രൂപ ട്യൂഷൻ ഫീ ആയിട്ടും സ്പെഷ്യൽ ഫീ ആയിട്ട് 39,771 രൂപയും അടയ്ക്കേണ്ടതായി വരും. കേരള എഞ്ചിനീയറിംഗിന് എങ്ങനെയാണ് നാം ഓപ്ഷനുകൾ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ റാങ്കിനനുസരിച്ചുള്ള സാധ്യതകളെ എങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും? കേരള എഞ്ചിനീയറിംഗിന്റെ വെബ്സൈറ്റ് ce.kerala.gov.in പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷത്തെ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനകത്ത് കഴിഞ്ഞ ഫസ്റ്റ് ഫേസ് എഞ്ചിനീയറിംഗ്, സെക്കൻഡ് ഫേസ് എഞ്ചിനീയറിംഗ്, തേർഡ് ഫേസ് എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓരോ കാറ്റഗറിയുടെയും കാണാം. അപ്പം നമുക്ക് ഉദാഹരണത്തിന് 5,000 റാങ്ക് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 5,000 റാങ്കിനനുസരിച്ച് ഏതൊക്കെ കോളേജുകളും കോഴ്സുകളും കിട്ടിയിട്ടുണ്ട്, അത് നമുക്കിടെ പ്രിഫറൻസ് ഓർഡറിൽ വെക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കാൻ. മാക്സിമം ഓപ്ഷൻ കൊടുക്കാൻ എല്ലാവരും ദയവായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും താല്പര്യമുള്ളത്
ഒന്നാമത് വെക്കണം, അതിനനുസരിച്ച് വേണം താഴോട്ട് വെക്കാൻ. എപ്പോഴും നമ്മുടെ ഓപ്ഷൻ പരിഗണിക്കുമ്പോൾ ഒന്നാമത്തെ മുതൽ താഴോട്ട് മാത്രമേ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ ആദ്യം ജനറലായിട്ട് പരിഗണിക്കുകയും അതിനുശേഷം റിസർവേഷനായിട്ടും ഒന്നാമത്തെ ഓപ്ഷനെ തന്നെ പരിഗണിച്ചിട്ട് അങ്ങനെ തരാൻ പറ്റുമോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തേൽ ജനറൽ ആണെന്ന് നോക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ജനറലിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തരാമോ എന്ന് നോക്കും. ഓരോ റിസർവേഷനും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രത്യേകം ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മളുടെ പ്രൊഫൈലിൽ ഏതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ റിസർവേഷൻ അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ടോ അതിനനുസരിച്ച് തന്നെ നമുക്ക് എല്ലാ ഓപ്ഷനുകളെയും പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എൻട്രൻസ് കമ്മീഷണർ 8-ാം തീയതി അലോട്ട്മെന്റ് നടത്തുന്നത്. കേരള എഞ്ചിനീയറിംഗ് ബിഫാം അലോട്ട്മെന്റിന്റെ വിവിധ നടപടികളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ അധ്യയന വർഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജുകളിലോ ബിഫാം കോളേജുകളിലോ നമ്മുടെ പ്രവേശന സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്ന മുഴുവൻ കുട്ടികളും 2000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുകയും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുകയും ഓപ്ഷനുകൾ എൻറ്റർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഓപ്ഷൻ എൻറ്റർ ചെയ്ത് സേവ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണം. നമുക്ക് ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമേ നമുക്ക് പിന്നീട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അഡ്മിഷൻ കിട്ടാതെ വരികയാണെങ്കിൽ നമുക്കൊരു പ്രൂഫായിട്ട് ഈ നമ്മളെ ഓപ്ഷൻ കൊടുക്കുന്നത് സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രിൻ്റ് ഔട്ട് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. ഒരു ലാസ്റ്റ് റാങ്കുമായിട്ട് നമുക്ക് ഒത്തു നോക്കണമെങ്കിലൊക്കെ ഈ പ്രിൻ്റ് ഔട്ട് അനിവാര്യമാണ്. അഡ്മിഷനുമായിട്ട് ഈ പ്രിൻ്റ് ഔട്ടിന് ബന്ധമില്ലെങ്കിൽ പോലും നമ്മൾ ഓപ്ഷൻ ചെയ്തു എന്നുള്ളതിനും ആ ഓപ്ഷൻ സേവ് ആയി എന്നുള്ളതിനും ഉറപ്പായിട്ട് സേവ് ഓപ്ഷൻസ് പ്രിന്റ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കീം 2024 അലോട്ട്മെന്റ് ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.